നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ജന്തർ മന്ദറിലെ സമരമൊക്കെ ഏതാണ്ടൊക്കെ തീർന്നെങ്കിലും അതിൻ്റെ ചില മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ അതിൻ്റെ ഒരു റാഞ്ചിയിൽ PSC അംഗങ്ങൾ രാജിവെച്ചു. അവിടെയും വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിലാണ്. അതൊക്കെ വിദ്യാർത്ഥികളുടെ ന്യായമായ അവകാശം. പക്ഷേ അന്ന് തന്നെ സംശയമുണ്ടായിരുന്നു. ഈ CJPയുടെ സമരം അത് എങ്ങനെയെങ്കിലും ആ സമരത്തെ ഒന്ന് അവസാനിപ്പിച്ച് കിട്ടാൻ വേണ്ടി അവർ കിണഞ്ഞ് ശ്രമിക്കുകയായിരുന്നു. കാരണം സമരത്തിൻ്റെ കൈവിട്ടു പോയെന്ന് അവർക്ക് വ്യക്തമായി. പിന്നെ അന്ന് മുതൽ നമ്മൾ അന്വേഷിക്കുകയാണ്, ഈ സമരത്തിൻ്റെ രാജ്യം മൊത്തം അന്വേഷിക്കുകയാണ്, സമരത്തിൻ്റെ ഫണ്ടിങ് എവിടെ നിന്നാണ്, അത് എവിടെ നിന്നൊക്കെയാണ് ഈ ഫണ്ടിങ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ കേൾക്കുന്ന ഏറ്റവും പുതിയ വിവരം, ഈ CJP എന്നൊരു പ്രസ്ഥാനമുണ്ടാക്കി അവരെ സമരത്തിലേക്ക് ഇറക്കി വിട്ടത് ഇതേപോലെ ഈ FCRA നിയമം കേന്ദ്ര സർക്കാർ അത് ഭേദഗതി ചെയ്ത് കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്ന ആ ഭീതിയിൽ തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വിദേശ ഫണ്ട് അത് നിന്ന് പോകുമ്പോൾ അങ്ങനെ ചില NGOകൾക്കൊക്കെ ഭയങ്കര ഭയമുണ്ടായിരുന്നു. ഈ NGOകൾക്കുണ്ടായ ഈ ഭയമാണ് ഈ സാമ്പത്തിക വരവ് നിലച്ചു പോകും എന്ന അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലായി. FCRA എന്നാൽ ഇനി നടക്കാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. അതിൻ്റെ ആ നോംസൊക്കെ വന്നപ്പോഴത്തേക്കും അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അത്തരം NGOകളാണോ ഇതിൻ്റെ പിന്നിൽ എന്നിപ്പോൾ മറ്റേ വ്യാപകമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചില കാര്യങ്ങൾ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഞാനതാണ് ഇത് വളരെ കൃത്യമായിട്ട് CJPയുടെ സമരം എങ്ങനെ ആസൂത്രണം ചെയ്യപ്പെട്ടു, അതെങ്ങനെയാണ് നടപ്പാക്കിയത്, ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഡൽഹി പോലീസിനും മറ്റുമൊക്കെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് കുറേശ്ശെ ചോർന്ന് പുറത്ത് വരുന്നുണ്ട്, മാധ്യമങ്ങളിലും മറ്റുമൊക്കെ അത് വരുന്നുണ്ട്. ഞാനൊരു 2 സംഭവങ്ങൾ പറയാം ഇതുമായി ബന്ധപ്പെട്ട്. നിരവധി കാര്യങ്ങൾ, ക്രിസ്തീയ സഭകളുടെ ഇടപെടൽ, ഈ ശരിക്കും FCRA ഭേദഗതിയായിരുന്നു അവരുടെ ടാർഗറ്റ്. അവർക്ക് മനസ്സിലായി അത് നടക്കില്ല എന്ന് മനസ്സിലായി. കാരണം അതുകൊണ്ടാണ് അവസാനം ആ ജാള്യത, അവരുടെ തോൽവി മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജാള്യതയാണ് വാസ്തവത്തിൽ ഈ രാഹുൽ സഭയിൽ ഉന്നയിച്ചത്. എവിടെ അമിത്ഷാ ഒളിവിലോ, അമിത്ഷാ പേടിച്ചൊളിച്ചിരിക്കുകയാണ് എന്നൊക്കെയുള്ള ഈ ആക്ഷേപം, അത് ആ ജാള്യത മറയ്ക്കാനുള്ള, തോൽവിയുടെ ജാള്യത മറയ്ക്കാനുള്ള ശ്രമമാണ്. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. പിന്നെ അപ്പം നിരവധി ക്രിസ്ത്യൻ സഭകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ പല NGOകളും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. അത് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഉള്ളവരുണ്ട്. ഈ പല NGOകൾക്കും അതുപോലെ തന്നെ സാമൂഹ്യ, സാംസ്കാരിക, സാഹിത്യ, കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് NGOകളുണ്ട്. ഈ പല NGOകൾക്കും പറഞ്ഞ പോലെ മനുഷ്യാവകാശം, പരിസ്ഥിതി, വിദ്യാഭ്യാസം, സ്ത്രീ സുരക്ഷ, ഇങ്ങനെയൊക്കെയുള്ള പേരുകളിൽ ഇതിനെല്ലാം പുഷ്ടിപ്പെടുത്താൻ, ഇതിനെല്ലാം ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ പല പ്രോഗ്രാമുകൾ ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഇതിനൊക്കെ വേണ്ടിയിട്ട് വിദേശത്തുനിന്ന് വലിയ രീതിയിൽ ഫണ്ട് വരുന്നുണ്ട്. ഈ പരിസ്ഥിതി സംഘടനകൾക്ക് വരുന്ന ഫണ്ട് വളരെ മുമ്പ് തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്, ചോദ്യം ചെയ്യപ്പെട്ടതാണ്. അത് ഒരർത്ഥത്തിൽ നമ്മൾ നോക്കിയാൽ നമ്മുടെ കൂടംകുളം സമരമൊക്കെ നമുക്കതിൻ്റെ ഉദാഹരണമാണ്. നമുക്കറിയാം എങ്ങനെയാണ് അതിനകത്ത് ഫണ്ട് വിദേശത്തുനിന്ന് വന്നത് എന്നും അതെങ്ങനെയൊക്കെ ചെലവഴിക്കപ്പെട്ടു എന്നും ആ കൂടംകുളം പ്രോജക്റ്റിനെ, ആ പദ്ധതിയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നടന്നുവെന്നും നമുക്കറിയാം. ആലോചിച്ച് നോക്കണം, അന്ന് ഭരണപക്ഷത്ത് കോൺഗ്രസ്സാണ്, പ്രതിപക്ഷത്ത് BJP ആണ്. സംഘപരിവാർ മൊത്തത്തിൽ അവരോട് ഈ പല സംഘടനകളും ആവശ്യപ്പെട്ടു, നിങ്ങൾ ഈ കൂടംകുളം പദ്ധതി എതിർക്കാൻ നിങ്ങളുണ്ടാകണം എന്ന്. അന്ന് RSSൻ്റെ സർസംഘചാലക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. രാജ്യം 33,000 കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു, ഇത് ജനങ്ങളുടെ നികുതി പണമാണ്. ആ പണത്തെ നഷ്ടപ്പെടുത്താൻ, അതായത് ആ 33,000 കോടി രൂപ വെള്ളത്തിൽ വരച്ച വര മാഞ്ഞു പോകുന്നത് പോലെ മായ്ച്ചു കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി പരമാവധി സുരക്ഷ ഒരുക്കിക്കൊണ്ട്, അതേസമയം ജനങ്ങളുടെ സുരക്ഷ പ്രധാനമാണ്. അതിന് സർക്കാരിനെ ഞങ്ങൾ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ സംഘപരിവാർ പൂർണ്ണമായിട്ടും ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നു. അന്നൊന്ന് ആലോചിച്ച് നോക്കണം, CPM അതിനെതിരെ രംഗത്ത് വന്നതാണ്. VS അച്യുതാനന്ദൻ കൂടംകുളത്ത് പോയതാണ്. പ്രകാശ് കാരാട്ട് കൂടംകുളത്ത് ഇതിനെതിരെ ആദ്യം അനുകൂലമായ പ്രതികൂലമായതാണ് എടുത്തത്. കൂടംകുളം ആവശ്യമില്ല എന്നുള്ള മട്ടിലാണ്. പിന്നെയാണ് പ്രകാശ് കാരാട്ടും ഒന്ന് മയപ്പെട്ടത്. പക്ഷെ അന്ന് സംഘപരിവാർ തുടക്കം മുതൽ സർക്കാരിനൊപ്പം നിന്നു.
അതുകൊണ്ടാണ് ആ സമരം വിജയിക്കാതെയൊക്കെ പോയത്. ഇരിക്കട്ടെ, ഇവിടെ ഇതുപോലെ ഞാൻ പറഞ്ഞു വന്നത് പരിസ്ഥിതി സംഘടനകൾ, ഈ പറഞ്ഞ തരത്തിലുള്ള മനുഷ്യാവകാശം, സ്ത്രീ സുരക്ഷ, വിദ്യാഭ്യാസം, പിന്നെ യുവജനങ്ങളുടെ എന്താ പറയുക, തൊഴിൽ നൈപുണ്യ വികസനം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിരവധി NGOകൾ പ്രവർത്തിക്കുന്നുണ്ട്. വെറും മത സംഘടനകൾ മാത്രമല്ല, ഇവർക്കെല്ലാം പണം വരുന്നുണ്ട് വിദേശത്തു നിന്ന്. ഇതാണ് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇപ്പം ഇവിടെ ഈ സമരത്തിൽ പങ്കെടുത്ത ഒരു പ്രധാനപ്പെട്ട ആൾ, പ്രമുഖ നടി ഷബാന ആസ്മി. നമുക്കറിയാം, ഹിന്ദി സിനിമയിലൊക്കെ അവർ ധാരാളം അഭിനയിച്ചിട്ടുണ്ട്, നല്ല നടിയാണ്. അവരുടെ ഒരു NGO, അതായത് അവർ ഇതിൽ പങ്കെടുത്ത് കഴിഞ്ഞ് സമരം അവസാനിപ്പിച്ച് കഴിഞ്ഞ ഉടനെ ഒരു വാർത്ത പുറത്തു വന്നു. ഞാൻ വിചാരിച്ചത് അതൊരു ട്രോളാണെന്നാണ് കരുതിയത്. അതായത് ഷബാന ആസ്മിക്ക് പന്നിപ്പനി പിടിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു വാർത്ത പുറത്തു വന്നു. അത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അഭിജിത്ത് ദീപ്കയ്ക്ക് ടൈഫോയിഡ് ആണെന്ന് പറഞ്ഞതുപോലെ അതും ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അവരെ ആരെങ്കിലും ട്രോൾ ചെയ്തായിരിക്കും. എന്തായാലും അവർ ഈ സമരത്തിൽ സജീവമായി പങ്കെടുത്തയാളാണ്. അപ്പോൾ അവർ പങ്കെടുത്തതിൻ്റെ കാരണം അന്വേഷിച്ച് പോയപ്പോൾ ആണ് 2004 അവരുടെ അച്ഛൻ കൈഫി ആസ്മി, അദ്ദേഹം ഒരു കവിയാണ്, ചരിത്ര സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് കവിത രചിക്കുന്ന ഒരാളാണ്, വളരെ വിഖ്യാതനായ ആളാണ്. അദ്ദേഹം സ്ഥാപിച്ച ഒരു വെൽഫെയർ സൊസൈറ്റി ഉണ്ട്, മിജുവാൻ വെൽഫെയർ സൊസൈറ്റി. ഈ വെൽഫെയർ സൊസൈറ്റി അതൊരു NGO ആണ്. ഉത്തർപ്രദേശിലെ മിജുവാൻ ഗ്രാമത്തിൽ ആണ് ഇതിൻ്റെ ആസ്ഥാനം. ഇത് വിദ്യാഭ്യാസം, സ്വാശ്രയത്വം, നൈപുണ്യ വികസനം, ഇതിലൂടെ ഗ്രാമീണ സ്ത്രീകളെ, പെൺകുട്ടികളെ ശാക്തീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇവരിതിലൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. പക്ഷേ ഇവർക്ക് കോടികൾ വിദേശത്തു നിന്ന് വന്നിട്ടുണ്ടെന്നാണ് വാർത്ത ഈ NGOയ്ക്ക്. ഇത് ഈ വിദേശ ധനസഹായം മുടങ്ങുമോ എന്നിവർ ഭയപ്പെടുന്നുണ്ട്. ഷബാന ആസ്മി അതാണ് അവരെ ഈ സമരത്തിലേക്ക് എത്തിച്ചത്. ഈ സമരം കൊണ്ട് എങ്ങനെയെങ്കിലും FCRA അമെൻമെൻറ്റ് ബില്ല് തടസ്സപ്പെടുമോ, അങ്ങനെയെങ്കിൽ ഞാൻ ഇതിനോടൊപ്പം മോദി സർക്കാരിനെ താഴെ ഇറക്കണം. നടക്കില്ല. ഇതാണ് ഒരു സംഗതി. രണ്ടാമത്തെ മറ്റൊരു വാർത്ത, ഇതിൽ പങ്കെടുത്ത മറ്റൊരാൾ ഹർഷ് മന്ദർ ഉള്ളൊരു മുൻ IAS ഉദ്യോഗസ്ഥനാണ്. എല്ലാവർക്കും അറിയാം ഹർഷ് മന്ദർ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട. 2 NGOകൾ അദ്ദേഹത്തിനുണ്ട്. അതിനെല്ലാം വിദേശത്തുനിന്ന് കോടികൾ ഒഴുകിയെത്തിയിട്ടുണ്ട്. അമൻ ബിരാദാരി സെൻറ്റർ ഫോർ ഇക്വിറ്റി സ്റ്റഡീസ്, ഇതാണ് 2 NGOകൾ. മനുഷ്യാവകാശം, സാമൂഹിക നീതി, മതേതര ഐക്യദാർഢ്യം, ഇതിലൊക്കെയാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇത് നിരന്തരം ഈ 2 സംഘടനകളിലൂടെ ഹർഷ് മന്ദരും കൂട്ടരും ഈ നിരന്തരം മോദി സർക്കാരിനെ വിമർശിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അവർ ഒരു തരത്തിലും മോദി സർക്കാരിനെ അനുകൂലിക്കുന്ന യാതൊന്നും പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞാൻ അതല്ല പറയുന്നത്. ഇവർ രണ്ടുപേരും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ സമരത്തിൽ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് വിദേശങ്ങളിൽ നിന്ന് ധാരാളം സഹായം ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ അത് നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് ഇവരെ കൊണ്ട്. കാരണം ഇനി എല്ലാത്തിനും കണക്ക് കൃത്യമായിട്ട് കാണിക്കണം. ഈ വരുന്ന തുക ഏതൊക്കെ കാറ്റഗറിയിൽ ചെലവഴിക്കണം എന്ന് കൃത്യമായിട്ട് തരംതിരിച്ച് തന്നെ വരണം. അല്ലാതെ ചുമ്മാ കുറേ പണം ഇങ്ങോട്ട് അയക്കുന്നു, ഇവരതെടുത്ത് ചിലവാക്കുന്നു, അത് നടക്കില്ല. അതെ, വന്നിരിക്കുന്നത് ഏത് സേവനമാണോ നൽകേണ്ടത് ആ സേവനത്തിന് തന്നെ പണം ചെലവഴിക്കണം. നിങ്ങൾ ഈ കുറേ ജോലിക്കാരെയൊക്കെ അവിടെ അപ്പോയിൻ്റ് ചെയ്ത് ജീവനക്കാരെയൊക്കെ വെച്ചിട്ട് അവർക്ക് ശമ്പളം കൊടുക്കാനെന്നും പറഞ്ഞ് ഈ പൈസ വകമാറ്റാൻ പറ്റത്തില്ല. അതിനൊക്കെ ഉണ്ട്, അവർക്കെല്ലാം ശമ്പളം കൊടുക്കാനൊക്കെയുള്ള വകുപ്പുണ്ട്, അതിന് നിയമമുണ്ട്. ആ വകുപ്പും ചട്ടവും അനുസരിച്ചേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഇവരെ ഹർഷ് മന്ദറെയും ഷബാന ആസ്മിയെയും പോലെയുള്ള ആൾക്കാരെ ഈ സമരത്തിലേക്ക് എത്തിച്ചത്. ഇത് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത, നമ്മുടെ നാഷണൽ മീഡിയ അടക്കം ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇവരെയൊക്കെ പേരെടുത്ത് പറഞ്ഞു തന്നെ, ഇനിയും പലരും ഉണ്ട് പേരെടുത്ത് പറഞ്ഞു തന്നെ ഈ വിഷയങ്ങൾ. ഇതിനകത്ത് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഉണ്ട്. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകരുൾപ്പെടെ NGOകൾ നടത്തുന്നുണ്ട്. അവർക്കെല്ലാം വിദേശ ഫണ്ട് കിട്ടുന്നുണ്ട്. അവരുടേതായ രീതിയിൽ ഈ കിട്ടുന്ന വിദേശ ഫണ്ടിനുള്ള നന്ദി അവർ കാണിക്കുന്നുമുണ്ട്. ഇതൊക്കെയാണ് പൂട്ട് വീണിരിക്കുന്നത് ഇപ്പം.
ഇനി കൃത്യമായി നോക്കിയിട്ടല്ലേ ആ പണം ഇന്ത്യയിലേക്ക് എത്തുകയുള്ളൂ. അല്ല, ഇനി പണം ഇവരുടെ അക്കൗണ്ടിൽ വന്നാലും അത് എന്തിന് ചെലവഴിച്ചു, എങ്ങനെ, ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയാമോ രാജേഷ് ജി? ഇവരെന്തെങ്കിലും മാൽ പ്രാക്ടീസ് നടത്തി, സർക്കാർ ഇടപെട്ടു, ഇതിൻ്റെ രജിസ്ട്രേഷൻ റദ്ദായി, ഇതുവരെ ഉണ്ടാക്കിയ സാധനം മുഴുവനും സർക്കാർ ഏറ്റെടുക്കും. അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വേറൊരു ബോഡി രൂപീകരിക്കുമെന്നും നിയമത്തിൽ പറയുന്നുണ്ട്. ആ നിയമം അവതരിപ്പിച്ചാലേ നമുക്ക് പൂർണ്ണമായിട്ടും അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇതുവരെയുള്ള ഇതിൻ്റെ കരട് സംബന്ധിച്ച് ചില ചർച്ചകളൊക്കെ നടന്നല്ലോ. ആ ചർച്ചകളിൽ നിന്ന്, അതുകൊണ്ടാണ് ഈ പ്രതിപക്ഷം ഇതിനെ ശക്തമായിട്ട് എതിർത്ത് വരുന്നത്. അവിടെ ഈ പറഞ്ഞതുപോലെ വന്ന പണം പറഞ്ഞിരിക്കുന്ന രീതിയിലല്ല ചിലവഴിക്കുന്നതെങ്കിൽ രജിസ്ട്രേഷൻ റദ്ദായാൽ ഇതുവരെ ഉണ്ടാക്കി വെച്ചത് മുഴുവനും സർക്കാർ ഏറ്റെടുക്കും. ഇനി അത് മതസ്ഥാപനമാണെങ്കിൽ അതിൻ്റെ ആ മതപരമായ തനിമ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ ഒരു പള്ളിയാണെന്നിരിക്കട്ടെ, ഒരു ക്രിസ്ത്യൻ പള്ളിയാണെന്നിരിക്കട്ടെ, അത് പള്ളിയായിട്ട് തന്നെ അവിടെ തുടരും. അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് സർക്കാർ നിയോഗിക്കുന്ന ഒരു ഗവേണിംഗ് ബോഡി അത് ഭരിക്കും. ഇവർക്ക് ഈ പള്ളിയുടെ പേരിൽ വന്ന പണവും അടിച്ചു മാറ്റിക്കൊണ്ട് സ്ഥലം വിടാൻ പറ്റത്തില്ല. കണക്കാണിക്കേണ്ടി വരും. കണക്ക് കാണിക്കുന്ന മാത്രമല്ല, ഇവർക്ക് അത് ഈ പറയുന്ന കണക്ക് സ്വന്തം പോക്കറ്റിലേക്ക് മാറ്റിക്കൊണ്ട് അവരുടെ തോന്നിയവാസങ്ങളൊന്നും നടക്കില്ല. ഇതാണ് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന സംഗതി. നമ്മളത് മുമ്പൊരിക്കൽ ചർച്ച ചെയ്തതാണ്. ഭയപ്പെടുത്തുന്ന സംഗതി ഇതാണ്. ഇപ്പോൾ ശബാന ആസ്മി ആയാലും, ഹർഷ് മന്ദർ ആയാലും, ക്രിസ്ത്യൻ സഭകളായാലും, ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകളായാലും, ഈ പരിസ്ഥിതിയുടെ പേരിൽ പ്രവർത്തിക്കുന്ന NGOകളായാലും എല്ലാറ്റിനും ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ഇതാണ് അവരെ കൊണ്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ തോളോട് തോൾ അണിചേരാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം ഇതാണ്. എങ്ങനെ അത് ഒന്നുകിൽ സർക്കാർ താഴെ വീഴുക, അല്ലെങ്കിൽ സർക്കാരിനെ വിരട്ടി. ഇപ്പം സർക്കാർ കോംപ്രമൈസിന് വരുമ്പം ശരി, ഞങ്ങൾ സമരം പിൻവലിക്കാം, രഹസ്യമായിട്ട് ഞങ്ങളുടെ ആവശ്യം ഇതൊക്കെയാണ്. വിദ്യാർത്ഥികളുടെ ആവശ്യം സമരം വിദ്യാർത്ഥികളുടേതാണ്, പക്ഷേ നീറ്റ് പരീക്ഷയുടെ പേരിലാണ്. പക്ഷേ ആവശ്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ സർക്കാരിനെ മുൾമുനയിൽ നിർത്തുക, സമ്മർദ്ദത്തിലാക്കുക, ഭീഷണിപ്പെടുത്തുക, ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുക, ഇതൊക്കെയാണ് ഈ സമരത്തിൻ്റെ ആകെ തുകയായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇത് തലങ്ങും വിലങ്ങും ആക്രമിക്കപ്പെടുന്നുണ്ട് ഈ CJPയുടെ ഇതിനെക്കുറിച്ച്. ഞാൻ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല. ഈ CJPയുടെ വക്താവും നേതാവും ഒക്കെ പറഞ്ഞ കാര്യങ്ങളിപ്പം ഏറ്റവും ഒടുവിൽ ഇവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ പോലും തലനാഴിയുടെ കീറി ഇങ്ങനെ വിശകലനം ചെയ്യപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഞാൻ സോഷ്യൽ മീഡിയയെ നമ്മൾ അമിതമായിട്ട് ആശ്രയിച്ചിട്ടല്ല ഈ കാര്യങ്ങൾ പറയുന്നത് അല്ലാതെ പുറത്തു വന്നിരിക്കുന്ന നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പുറത്തു വിട്ടിരിക്കുന്ന വാർത്തകൾ, അതിൻ്റെ വിവരങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഈ പറയുന്നത് പോലെ കോടികൾ വരുന്ന വിദേശത്തു നിന്ന് സഹായം ലഭിക്കുന്ന NGOകളും അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും തീർച്ചയായിട്ടും ഈ സമരത്തിൽ പങ്കെടുക്കാനുള്ള പ്രചോദനം ഇത് തന്നെയാണ്, മറ്റൊന്നുമല്ല.